हे गाइस, मेरा नाम अजय। मेरा नाम हरभजन सिंह। और आज हम रिएक्ट कर रहे हैं ऑन द नेक्स्ट सीन ऑफ थडरम। तो चलिए देखते हैं क्या होता है गाड़ी का किस्सा। അണ്ണ അണ്ണ ഇങ്ങനെ താടി മടക്കി അയ്യോ പാവം കളിച്ചതാടാ. അണ്ണ അണ്ണ മുണ്ടും മടക്കി കുത്തി മീശ ഷെട്ടി ഇപ്പറ പൂ പിടിച്ച് ഇറങ്ങണോണ്ടാ. ഇതൊരു മാതിരി ഡിസ്റ്റന്റ് ഇതല്ലെന്നേ പുല്ല്. നീ ചുമ്മാ വണ്ടി ഓടിക്കണേ. അണ്ണ ഞാൻ ഒരു കാര്യം പറയാം. അണ്ണ ഒരു കാര്യം ചെയ്യും. ആ സിഐയുടെ വീട്ടിൽ ചെന്ന് നേരിട്ടൊന്ന് കാണുന്നേ. എന്നിട്ട് മുമ്പിട്ട് നിന്ന് പുള്ളി അത് പൊക്കി പറ. ഏട്ടത്തലേനാ നീ ഒരു സൂയം പൊങ്ങി ഇല്ല ആ സ്പോട്ടിൽ വണ്ടി വിട്ടിരുന്നേ. ബാക്കി ഊളകളൊക്കെ കണക്കാ. കാര്യമില്ല. ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് കഞ്ഞിയും പേരും ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് ചപ്പാത്തി ചിക്കനും. നീ ചുമ്മാ വണ്ടി ഓടിക്കണം. സാറേ അവസരം ഫയൽ കിട്ടി സാറേ. സാറ് എന്റെ അടുത്ത് പോകണല്ലേ? സാറടി വാങ്ങാത്ത गाड़ी को कुछ कर तो नहीं दिया? വൈകുന്നേരം മുതൽ ഫയൽ തപ്പിക്കുകയാണ്. നാളെ എങ്ങനെ പോവാം? സാർ എന്താടോ എന്റെ വണ്ടിയുടെ കാര്യം വലിയ സാറിനോട് സാർ ഒന്ന് പോയി പറയാം. സാർ अच्छा जोश सर ഞാൻ എന്റെ വണ്ടി ഇറക്കാം. സാർ പുറത്ത് കിടക്കുന്ന ഒരു ബ്ലാക്ക് അംബാസഡർ മാർക്ക് 1 KL03L 4455. ഒരു മിനിറ്റ്. वो अभी उसको लेके आएगा तो ഹലോ, എന്താ എന്റെ പേര്? ശരിക്കും ഇരിക്കണം. ഇരിക്കണോ? इंस्पेक्टर ऑफ पुलिस। എന്താണ് കേസ്? സാറേ 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 10-20 വർഷമായിട്ട് മക്കളെ നോക്കുന്നവരെ കൊണ്ട് നടക്കുന്ന ഒരു വണ്ടിയാണ് സാറേ. എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ആ ചെറുക്കൻ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യും. ഞാൻ എന്റെ നെഞ്ചിൽ തൊട്ട് പറയാം, ഞാൻ ആ വണ്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യം സാർ, ആ വണ്ടി ഇല്ലാതെ ഞാൻ അവിടുന്ന് പോകത്തില്ല. എന്റെ വയറ്റിൽ പോയപ്പോ സാറേ എടോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏത് ചെറുക്കൻ എന്തിനാ ഇവിടെ വണ്ടി പിടിച്ചിട്ടേക്കണേ? അല്ല ഇത് ആരെ വിളിച്ചേ? സാർ ബെന്നി സാർ. ബെന്നിയാ? ആ സാർ. താൻ തന്നെ ആ വണ്ടി ആടി നിർത്തിട്ടുണ്ട്. എല്ലാം ജോസാറിന്റെ വന്നിട്ടുണ്ട്. और ईगो क्यों? സാർ ഞാൻ വണ്ടി എടുത്തോളാം. സാർ ഞാൻ എന്താ പറഞ്ഞോട്ടെ സാറേ, വണ്ടി ഞാൻ വേറെ ആർക്കും ഓടിക്കാൻ പറ്റില്ല സാറേ. കാര്യം പറഞ്ഞു സാർ, എന്റെ വണ്ടി വേറെ ആരും ഓടിക്കാറില്ല സാറേ. അതിന്റെ നടക്കണം. ആ സാർ ഞാൻ എടുക്കാം സാറേ. സർ 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 मुझे ठोक ठोक के जाएगा लग रहा है। സർ പതുക്കെ സർ മനസ്സിലാത്ത വെച്ചേക്കല്ലേ സാർ. ഇവിടെ മണിയന്റെ കാര്യം എന്തായി സാറേ? അവനെ കിട്ടിയോ കൊന്നോ കുഴിച്ചു മുടിയൊന്നും നീ നോക്കേണ്ട കാര്യമില്ല സാറേ. എന്റെ താക്കോല് സാറ് വണ്ടി കൊടുക്കാൻ പറ്റില്ല. പറഞ്ഞാൽ സാറേ രാവിലെ അവിടെ കിടന്ന് പട്ടി ഷോ കാണിക്കാം. എടാ ഈഗോ തലയ്ക്കാത്തായ അല്ലേ? അത് ഈ സമയത്ത് വായിക്കാത്ത കുത്തിക്കേറ്റാൻ നോക്കല്ലേ സാറേ. ഞാൻ പറയുന്നു കേൾക്കാം സാറേ.
വണ്ടിയുടെ നീ വണ്ടി എടുത്തോളൂ കേട്ടോ നീ ജോസാനോട് താങ്ക്സ് പറയണേ അഡ്മിനിസ്ട്രേഷൻ കുഴപ്പമൊന്നുമില്ല നീ വേണേ കിടന്നു എടാ ഒരു ഓട്ടം വരാണോ നീ ഒരു നിരക്കൊന്നുമില്ലല്ലോ സുധീപ എരുമേലി ചെന്നിട്ട് റൈറ്റ് മേലിലോട്ടല്ലേ സുധീഷിന്റെ എടാ ഇവിടെ എരുമേലിക്ക് നമ്മുടെ പി.സി.യിൽ സിസ്റ്റർ ആയിരിക്കാണ് നീ ഞങ്ങളെ ഇവിടെ തോന്നുന്നതാണ് ഉടനല്ലേ സാർ വണ്ടി അതെ ഞാൻ എന്താ പഠിച്ച നീ സേഫായിട്ട് വീട്ടിൽ കൊണ്ട് എത്തിക്കണേ നീ വന്നില്ല കല്യാണത്തിന് ആശാന് വരുന്നില്ല പിന്നെ സാർ അതിന്റെ ഈ വണ്ടിപ്പിരാന്ത് കാരണം ആൾക്കാർ SSLC ബുക്കിൽ എന്റെ പേര് ഷൺമുഖാണ് നീ ഇളയരാജല്ലേ സാറേ ഇതൊക്കെയല്ലേ നമുക്ക് ജീവിക്കാനൊരു പ്രതീക്ഷ സാറിന്റെ ഫാമിലിയൊക്കെ എന്റെ പേപ്പർ നോക്കി വരുന്നില്ല 5 വർഷം ഒരു മോളാ മേരി നിനക്കോ എനിക്ക് 2 പേര് ഒരു മോന് എടാ വേണി നീ ഉറങ്ങിയോടാ കഴിവരെ വീടറാ വേണ്ടി ഒന്നുമില്ലെങ്കിലും നമ്മള് നല്ല കാര്യത്തിന് ഇറങ്ങിയല്ലേടാ എടാ മനസ്സിലായി ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ നഗരതീരങ്ങളിൽ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ ईगो इतना है ना ഇരക്കയിൽ താണാടും സ്വപ്നങ്ങൾ ആകാശക്കൂടാരക്കീഴിൽ നിലാവിന്റെ പാൽക്കിണ്ണം നീട്ടുന്നതാര് ഇരക്കയിൽ താണാടും സ്വപ്നങ്ങൾ ഭയങ്കര സ്റ്റെപ്പൊക്കെ ആയതല്ലേ ഞാൻ പിള്ളേരെ ചുമ്മാ കാണിച്ചു എന്നാ മമ്മൂട്ടിയുടെ സ്റ്റെപ്പ് തന്നെ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ അമ്പലമൊന്നല്ലല്ലോ കാണല്ലേ നീ എന്താ വള്ളി പിടിക്കാണോ ചേട്ടൻ വള്ളി പിടിക്കണേ ഞാനും പിടിക്കും ചേട്ടൻ പിടിക്കണേ ഞാനും പിടിക്കുന്നു ഞാൻ പിടിക്കുന്നില്ല ഞാനും പിടിക്കുന്നില്ല
ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കേട്ടു. पूरा रात बिठा दिया बेचारे को. ക്ഷീണമായി പോയി. താക്കോലൊക്കെ തരുമാ ഒരു ദിനേശാ ഓട്ടെ നടക്കാൻ മുട്ട് ചൊറിയുന്നു എനിക്കും താക്കോൽ ആദ്യക്കല്ല പിന്നെ എടാ നമ്മുടെ സുധീഷിന്റെ കസിന്റെ ഒരു തോട്ടം നമുക്ക് അവിടെ വരെ പോവാം. അവിടെ കുറച്ച് പരിപാടിയുണ്ട്. എന്താണ് ആ സ്ഥലത്തിന്റെ പേര്? गेम क्या चल रही है? അത് ഒരുപാട് ദൂരെ ഇവിടുത്തെ എരുമേലിന്ന് അടുത്താണ് സാറേ. എനിക്ക് നാളെ പിള്ളേരുമായിട്ടോ ആ പോടാ പോ വാങ്ങിട്ടു ശരി. പോലീസുകാരുമായിട്ട് മാറ്റെടുക്കുന്നു പറഞ്ഞേക്കല്ലേ. അടുത്ത ആഴ്ച റിട്ടയർമെന്റ് പിള്ളേരെ ആയിരിക്കും. അവനാരാണെന്ന് പറയില്ല. നിന്റെ അല്ലേ റിട്ടയർമെന്റ്? എന്റെ അല്ലേ? കല്യാണത്തിന്റെ ടെൻഷൻ ആയിരിക്കും അല്ലേ? ആണെങ്കിൽ ये कौन आ गए? ഡിക്കി വെക്കാം. ഞങ്ങൾ ഡിക്കി പോയിരുന്നു. എടാ കാണവരാതെ പിന്നാണ്ടിരിക്കാൻ ചെറുതും 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 പാട്ട് ജീവിക്കാനൊക്കെ നോക്കുക. സാർ ഞങ്ങൾക്കൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു, സംഘട്ടനം പഴനിസ്വാമി. അദ്ദേഹം പറയായിരുന്നു നല്ലൊരു ഫൈറ്റ് എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് കേട്ട അതൊരു പ്രതീക്ഷയാണ്. എന്റെ അച്ഛൻ കമ്പത്ത് നിന്നാണ്, അമ്മ പത്തനംതിട്ടയിൽ നിന്നാണ്. അവരൊക്കെ പോയതിനു ശേഷം ഞാൻ ഈ സിനിമാ പ്രാന്ത് മൂത്ത് മദ്രാസിൽ പോയി. അവിടെ ഈ പഴനി മാസ്റ്ററുടെ കൂടെ ഞാനൊരു ഫൈറ്ററായിട്ട് കൂടെ കൂടി. ഞാൻ 50-60 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാർ. സാർ ഞങ്ങളൊരു തമിഴ് സിനിമയുടെ ആക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ആക്സിഡന്റ് ആണ്. അപ്പൊ അതില് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ സഹോദരൻ അൻപത് എന്നെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ അവൻ മരിച്ചു. അത് പിന്നെ വലിയ കേസായി, യൂണിയനിലൊക്കെ അറിഞ്ഞു. മാസ്റ്ററിന് വർക്ക് ചെയ്യാൻ പറ്റാതായി ഞങ്ങളെയൊക്കെ പിരിച്ചു വിട്ടു. പിന്നെ ഞാനീ പോന്നു. അപ്പൊ ആ മാസ്റ്റർ എന്ന വണ്ടിയാണ് സാർ. കഥയാണ് ഒരുത്തനൊരു ദുരന്തം പറയുമ്പോഴാണ് എന്ത് ദുരന്താണ്? എപ്പോഴും ചൂടൊക്കെ ആവോ? ഇന്ത്യയുടെ ചൂടൊക്കെ ആകട്ടെ. ഇനി എന്റെ വണ്ടി ചൂടായാലേ നീ മോണാണെന്ന് ചോദിച്ചാൽ മതി. ഓട്ടോമൊബൈൽ എഞ്ചിനീയറാ. രണ്ടാമതിന് പോലീസിലായിപ്പോയി. എങ്ങനെയാ എന്റെ അണ്ടറിൽ കയറിയാനാ സാർ എടുക്കണ സാറേ? പോയാലോ സാറേ? പോട്ടെ. തന്റെ കൂടെ ഉള്ളവര് തന്നെയല്ലേ ഇതിന്റെ അകത്ത് കഞ്ചാവ് നടത്തിയത്? സാറേ വെറുതെ പെണ്ണി സാർ വീണ്ടും ഓരോന്നും പറഞ്ഞു. എന്തുവാണ് പെണ്ണി കഴിവറി? നിനക്ക് എന്തിനാ സാറേ? അത് ഈ വണ്ടി ഓടിച്ചാലേ കുഴപ്പം മാറത്തുള്ളൂ. നിനക്കൊരു റൗണ്ട് പോയി വന്നതിന്റെ കുഴപ്പം അറിയില്ല. നീ ഇവിടെ
ചോദിച്ചു വാ. ഓക്കെ അല്ലേ? तो परेशान कर रहा है। സാറേ, thanks. फेस्टिवल है ഈ കല്ലിപ്പ് കുറവുണ്ടോ? മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ വണ്ടി ഓടിക്കുമ്പോ കഴിക്കാറില്ല. പിന്നെ എന്റെ വണ്ടിക്കകത്ത് അങ്ങനെ ആരും കഴിക്കാറില്ല. എന്നാ ഇനി അങ്ങോട്ട് തുടരും. All the best. ഈ വണ്ടി അങ്ങോട്ടൊരു പാറയായി മാറട്ടെ. എടാ സുധീഷേ, ഈ ഇടത്തോട്ട് പോകുന്ന വഴി ലെഫ്റ്റിലേക്കല്ലേ ഇത്? ഈ വഴിക്ക് പോയാ നമുക്ക് ആ ഉത്സവം കാണാൻ പറ്റുക. എനിക്കറിയില്ല സാർ. എന്നാ നീ ഈ വഴിക്ക് ആദ്യം നമുക്ക് ഉത്സവം കാണാം. എന്നിട്ട് ബാക്കി. സാറേ, ഈ വഴി റിസ്കാ, വണ്ടി പോകുന്നില്ല. വണ്ടിയൊക്കെ ചെറിയ എടാ നമ്മുടെ സുധീഷിനെ അറിയാവുന്ന കാടാണ് അല്ലേ? നീ വണ്ടി എടുക്കാൻ സാറേ. സാറേ ഇത് വണ്ടിയുടെ ഡ്രൈവറെ. നീ വണ്ടി എടുക്കും. നീ എടുക്കടേ. ഇതൊക്കെ ഒരു മീക്കില് സ്ഥലമല്ലേ? रोड बहुत खराब है। പമ്പി കളിക്കാണ്ട് ചവിട്ടി വീട്ടിൽ ഡ്രൈവറെ. അതെ, ചവിട്ടി ഇവിടെ ഇത് ജീപ്പൊന്നും അല്ലല്ലോ, അംബാസഡർ കാറല്ലേ? സുധീഷേ, ഇവിടുന്ന് 2 കിലോമീറ്റർ ആവും ഇതാണ്. ഇനി എന്തിനാണ് മൈത്രേന്റെ ഭീഷണി ചിന്തത്? സാറേ, ഈ പാതിരാത്രിക്ക് ഇതിനകത്ത് വന്നിരുന്ന് തന്നെ കുടിക്കണം സാറേ. കുടിക്കണോ പിടിക്കണോ ഒക്കെ ഞങ്ങൾ തീരുമാനിച്ചോ. നീ വണ്ടി എടുക്കോപ്പേ. ചെറ്റ വർത്താനം പറയാതെ. എടാ, ഇന്നോവയൊക്കെ കയറി പോകുന്ന വഴിയായത്. നമ്മളിത് എത്ര പോയതാ? पानी आ गया अभी क्या? സാറേ, ഇതിനകത്തൂടെ എങ്ങനെയാ പോകുന്നത്? വണ്ടി എടുക്കണ. സാറേ, പോകത്തില്ല അത്. ഓ निकल गई। സാറേ, ഇനി ഇറങ്ങി നടക്കാം. വണ്ടി മുന്നോട്ട് പോകത്തില്ല. നടക്കുന്നോ? ആരെങ്കിലും ശരിയാവണം. ഒരിടത്ത് പോകാൻ വണ്ടി വിളിച്ചതല്ലേ. ഈ ആകെ 3-4 കിലോമീറ്റർ കൂടെ ഉള്ളൂ. 3-4 കിലോമീറ്റർ ആയപ്പോ 2 കിലോമീറ്റർ എന്നല്ലേ പറഞ്ഞത്? സാറേ, ഇത് ശരിയാവുന്നില്ല. സൈലൻസറിൽ വെള്ളം കയറിയ എഞ്ചിന്റെ പണി പോകും. വെള്ളപ്പൊക്കത്തിൽ പോലും ഇറങ്ങാത്ത വണ്ടി. അല്ലെങ്കിൽ നടക്കുകയാണെങ്കിൽ ഞാനും കൂടെ നടക്കാം. അതെന്ത് വർത്താനാണ്? ഇനി ഞാൻ പറയുന്നത് ഈ വണ്ടി നിർത്തും. സാറേ, ഉടക്കാനാണ് ഭാവമെങ്കിൽ ഞാനും ഉടക്കും. ഞാനും കൊടുക്കും. ക്ഷമയ്ക്ക് ഒരു അതിലുണ്ട്. ഇത് ശരിയാവില്ല. കുറെ നേരം ഇതൊന്ന് വെച്ചു. നീ ആരെയാണ് പേടിപ്പിക്കുന്നത്? പോലീസാണ്. ജോർജ് സാറേ, ഓ സാറേ, സാറിനറിയാലോ. എടാ ബെൻസേ, നമ്മുടെ സുധീഷിന്റെ പെങ്ങളുടെ കല്യാണം. നീ ആ വീട്ടുകാരെ കണ്ടാൽ അച്ഛൻ, അമ്മ, വല്യമ്മ പാവങ്ങളാണ്. ഇവൻ ഈ ജോലി കിട്ടിയപ്പോഴാണ് ആ കുടുംബം തന്നെ വന്നത്. നമ്മളവിടെ ചെന്ന സമയത്ത് ഈ സുധീഷിന് കുറെ കോളും അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ പെങ്കൊച്ചിനെ ഒരു ചെറുക്കനുമായിട്ട് പഠിക്കുന്ന ആളും തൊട്ടുള്ള ആളെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പൊ കല്യാണമൊക്കെ ആയി വന്നപ്പോഴത്തേക്കും അവ കുടുംബത്ത് കയറി വന്ന് ഭീഷണി. കല്യാണം മുടക്കുവന്നു. നമ്മളൊക്കെ ഇവിടെ ആണുങ്ങളായിട്ട് ഞെളിഞ്ഞ് നിവർന്ന് നിൽക്കുമ്പോഴാണ് അവന്റെ കുന്തളിപ്പ്. കല്യാണ വീട്ടിൽ നിന്ന് സംസാരിച്ച് അവനെ ഞങ്ങൾ മറ്റേ റബ്ബർ ഷെഡിലോട്ട് കയറ്റി. ചേർക്കാൻ കുറച്ച്
നയിക്കട്ടെ. ഏ? നിന്നെ അറിയിക്കാതെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നീ അറിയും, ഈ വണ്ടി ഞങ്ങളുടെ കൂടെ നിന്നതാണ്. ഒന്ന് കണ്ണടച്ചാൽ മതിയടാ. ഏ? ഈ വണ്ടിയുടെ ഡിക്കിയില് ആ കഴിവേറുടെ ശവമുണ്ട്. अच्छा इसलिए सीज किया है। ഞാനൊന്ന് പറയട്ടടാ. എടഞ്ഞ ഇപ്പൊ ഈ കാട്ടിൽ ഒരു ശവം ഇവിടെ നിന്നു. ऐसा धमकी ഇത് ഞങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല വെച്ചേ. നിന്നേം കൂടി. എടീ, മതിയാടാ. राइट। तो बहुत बड़ा सस्पेंस ये। तो अभी तक गाड़ी मतलब वहां पे क्यों थी, इसका रीजन कुछ और ही था। मतलब सिर्फ वो नाम ड्रग्स का दे दिया, बट उसके बाद इतना बड़ा सस्पेंस इसमें। वो जॉर्ज और वो दूसरा बेनी और ये तीसरा बंदा भी इन्वॉल्व है। लाइक जिसकी मतलब जितने मारा उसने इसी की गाड़ी में डाल दिया। यही तो अच्छा। पता करना है कि जॉर्ज साहब ने इनकी गाड़ी क्यों छुड़ाई। हाँ वो अभी इसी की वजह से ना कि हाँ, यहाँ तो पे लेके आना और है। पहले बहाने से शादी में ले गए, फिर बोला कि फार्म हाउस जाना है, फिर कोई फेस्टिवल था, जंगल से जा रहे थे, अभी वहीं पे रास्ता उसको बॉडी बहुत- डिस्पोज करना है। रास्ता बहुत खराब था। तो बहन भी बोला था मैं नहीं जाऊंगा, साइलेंसर में पानी भर जाएगा, तो बोलता कुछ नहीं होता है। फिर आखिर में पता लगता है कि इतनी जंगल में उनका जाने का रीजन क्या है। एग्जैक्टली। अभी देखना है कि वो बॉडी किसकी है, किसको मारा है, और इसमें से बेंच कैसे बाहर निकलता है। तो सस्पेंस बहुत बड़ा है। उसने उसको भी तो धमकी देके रखी है, अगर इफ यू मतलब हेल्प नहीं करेगा तो वो भी मारा जाएगा। तो यही तो देखना तो अभी इस त्रास है। लफड़े से बेंच कैसे बाहर निकलता है, और अभी वो बॉडी को क्या करते हैं वो भी देखना है। एग्जैक्टली। तो आगे देखते हैं क्या होने वाला है। राइट गाइस, तो बहुत एक्साइटिंग हो रहा है। सो वेट फॉर द नेक्स्ट एपिसोड और अदर नेक्स्ट सीन रिएक्शन। तब तक के लिए टेक केयर गाइस।